ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എക്സ്പൾസ് റാലിയാണ്. അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് ഏതാണ്ട് ഒരു 6 ഫീറ്റ് സംതിങ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ടിപ്ടോപ്പാണ് വണ്ടി. സാധാരണ എക്സ്പൾസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഹൈറ്റിലും വ്യത്യാസമുണ്ട്, അതുപോലെ പവറിലും ചെറിയ രീതിക്ക് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി റാലി മോഡായ കാരണം നമുക്ക് എന്താ പറയുക കുറച്ചൊരു പവർ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ട്യൂൺ ചെയ്ത പോലത്തെ ഒരു സ്പ്രോക്കറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ പവർ അത്യാവശ്യത്തിനുണ്ട്. ഒരു ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള വണ്ടിക്കുള്ള പവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അധികം ദൂരത്തേക്കൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് കുറച്ച് ദൂരത്തോട്ട് നമുക്ക് കുറച്ചൊരു ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ഡെലിവറി വണ്ടിയാണ്, അത് കാരണം നമുക്ക് അധികം കിലോമീറ്റർ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ടിലൊരു ചേട്ടൻ പോകുന്നുണ്ട്, അത് നമ്മുടെ ഷോറൂമിലത്തെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ഒരു അടിപൊളി സ്പോട്ടുണ്ടെന്ന് പറഞ്ഞു, അത് കാരണം അവിടേക്ക് പോവാണ് വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അധികം കിലോമീറ്റർ ഓടാൻ തരുന്നതല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡെലിവറി വണ്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ ദൂരത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തൃശ്ശൂരുള്ള ഷോറൂമിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. കല്യാൺ ഷോറൂമിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത്രയും ലോങ് ഡ്രൈവ് കിട്ടിയില്ലെങ്കിൽ കൂടി ചെറിയൊരു റൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ വണ്ടി തന്നിട്ടുള്ളത് നമ്മുടെ സൂം മോട്ടോഴ്സാണ്. നമ്മുടെ എന്താ പറയുക, ആറാങ്കല്ലി അറവ് ബ്രാഞ്ചിലുള്ളത് ഒരു ഹീറോ ഒരു ഷോറൂമാണ്, സൂം ഹീറോ മോട്ടോഴ്സ്. അപ്പോൾ അവരിൽ നിന്നാണ് എനിക്ക് നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ എന്താ പറയുക, വണ്ടി അത്യാവശ്യം റൈഡർ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ലോങ് ഡ്രൈവ് കാണിച്ചാലും അല്ലെങ്കിൽ ഓഫ് റോഡോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക സിറ്റി റിവ്യൂസിനായാലും അടിപൊളിയാണ്. സാധാരണ എക്സ്പൾസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ വണ്ടി എന്താ പറയുക ബാക്കിയുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സാധാരണ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ കേട്ടോ, നമുക്ക് എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എക്സ്പൾസിനെക്കാട്ടും ഒരുപാട് ഹൈറ്റ് വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 275 mm ട്രാവലുള്ള ഒരു ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ ബാക്കിൽ മോണോ സസ്പെൻഷനാണ്. 7 സ്റ്റെപ്പോ 5 സ്റ്റെപ്പോ സംതിങ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ 270-300 mm സംതിങ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഡിസ്ക് സൈസ് വരുന്നത്. നമുക്ക് സൈലൻസറൊക്കെ കാണാൻ അത്യാവശ്യം പൊങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ ഓഫ് റോഡ് കൊണ്ടുപോകാനായാലും അല്ലെങ്കിൽ ഒരു റിവർ ക്രോസിങ് വന്നാലും നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ വന്നാലും പെട്ടുപോലില്ല. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സംതിങ് ഒരു 270 സംതിങ് എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ബാക്കി എൻജിൻ സ്പെസിഫിക്കേഷൻസ് നോക്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എന്താ പറയുക 200cc എൻജിനാണ്. അതിൽ നമുക്ക് കിക്കറൊക്കെ വരുന്നുണ്ട് കേട്ടോ. കിക്കർ അങ്ങനെ അധികം വണ്ടികളൊന്നും ഞാൻ അത് ഇപ്പോൾ കണ്ടിട്ടില്ല. പുതിയ വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. 4 വാൽവാണ് വണ്ടി. പിന്നെന്താ പറയാനായിട്ട്, വണ്ടിയുടെ ബട്ടൺ ടയേഴ്സ് ഉണ്ടോ, വേറെ എന്താ പറയുക, മറ്റേ എക്സ്പൾസിനും ഏകദേശം ബട്ടൺ ടയേഴ്സൊക്കെ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് കറക്റ്റ് അങ്ങോട്ട് അറിയത്തില്ല. അപ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട്, അത്യാവശ്യം വിട്ടുള്ള ടയറൊക്കെ തന്നെയാണ്. നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോകാനായാലും കാര്യങ്ങൾക്കൊന്നും എന്താ പറയുക, ഈ മഡ് ഗാർഡ് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തോന്നിക്കുന്നുണ്ട്. സസ്പെൻഷനായാലും കുഴപ്പമില്ല. ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുക ഓക്കെ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ എന്താ പറയുക, വേറെ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ LED യൂണിറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹിമാലയനൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ ഹാലോജനാണ്. ഹാലോജൻ്റെ വ്യത്യാസം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ എന്താ ഇതിൻ്റെ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാലോജൻ ബൾബുകൾക്ക് എന്താ പറയുക ഒരു യെല്ലോയിഷ് ടോണാണ് വരിക. ആ ടോൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് പുറമെ പോകാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഫോഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അത്രയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെന്താ പറയുക, പുതിയ അപ്ഡേഷനിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇത്. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇതിപ്പോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 2
DRL സംതിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഹൈ ബീം ലോ ബീം. അപ്പോൾ ഇവിടെ 2 പ്രൊജക്ടറിലായിട്ട് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ കണ്ട പോലെ തന്നെ ഹലോജൻ തന്നെയാണ്. പിന്നെന്താ പറയുക, സീറ്റ് കപ്പാസിറ്റിയും പഴയ പോലെ തന്നെയാണ്, ഒരു മാറ്റങ്ങളൊന്നുമില്ല. സീറ്റിലും ചെറിയ രീതിക്ക് മാറ്റങ്ങളുണ്ടെന്ന് പറയാം. പിന്നെ അത്യാവശ്യം നല്ല കുഷ്യനുള്ള സീറ്റാണ്. നമുക്ക് ലോങ് റൈഡ് ആയാലും അല്ലെങ്കിൽ സിറ്റി യൂസിനായാലും തീരെ നമുക്കൊരു എന്താ പറയുക, ഒരു പോരായ്മ തോന്നിക്കില്ല. അതുപോലത്തെ ഒരു സീറ്റാണ് തന്നിരിക്കുന്നത്. നമുക്ക് സ്പ്രോക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇപ്പുറ സൈഡിൽ നിന്ന് കാണിച്ചത് സ്പ്രോക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം വിട്ടുള്ള ഒരു സ്പ്രോക്കറ്റുകളൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള സ്പ്രോക്കറ്റ് തന്നെയാണ്. ഹിമാലയനെ വെച്ച് നോക്കുമ്പോഴല്ലേ, ഹിമാലയന് ഇത്രയും ഒരു 411 cc വണ്ടിക്കുള്ള ഒരു സ്പ്രോക്കറ്റ് സൈസ് അല്ല ആ ഹിമാലയന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഹിമാലയൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ടോർക്കിന് വേണ്ടി എന്താ പറയുക ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിയായ കാരണം നമുക്ക് അത് ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലായിരിക്കും കിട്ടുക. ഇതിനും അത്യാവശ്യം ടോർക്കുണ്ട്. എത്ര 18 ടോർക്കോ സംതിങ് അത്ര ഉണ്ട്, 19 HP പവറോ സംതിങ് അത്ര ഉണ്ട്. അപ്പോഴും നമുക്ക് പവർ ലാഗ് തോന്നിക്കില്ല. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വന്നു വെച്ചാൽ തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ടയർ സൈസ് വന്നിരിക്കുന്നത് 120/80-18 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസ് തന്നെയാണെന്ന് പറയാം. നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോഴായാലും എന്താ പറയുക, വല്ല പോരായ്മ തോന്നിക്കില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ബോറായി തോന്നിയത് ഈ വണ്ടിയിൽ ഈ ഒരു സംഭവം മനസ്സിലായില്ലേ എല്ലാവർക്കും? ഈ ഒരു മഡ് ഗാർഡ്, ഈ മഡ് ഫ്ലാപ്പ് എന്തിനു വേണ്ടി ഹീറോ ഇവിടെ കൊണ്ടുവച്ച പോലെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വണ്ടി നോക്കുമ്പോൾ ഈ വണ്ടിയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെർഫെക്റ്റ് തോന്നും. ഈ ഒരു ടൈൽ ലൈറ്റിൻ്റെ ഭാഗം, ഈ ബ്രേക്ക് ലൈറ്റ് കാണാൻ നമുക്ക് നല്ല രസമുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ പീസും അതുപോലെ ഈ അടിക്കുള്ള ഈ പീസും എന്തിനോ വേണ്ടി നമ്മുടെ കമ്പനി കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് വണ്ടി ബോറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ബോറായിട്ടുണ്ട് വണ്ടി. പിന്നെ എന്തിനാ ഈ സംഭവം കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഓഫ് റോഡ് പോകുമ്പോഴായാലും അല്ലെങ്കിൽ സിറ്റി യൂസിനായാലും നമുക്ക് ചെളി തെറിക്കുന്നത് വേണ്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപകാരമുണ്ട്. പിന്നെ ലുക്കിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പോരായ്മ തോന്നുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. ഫസ്റ്റ് ഡൗൺ, ബാക്കി 4 അപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുട്പൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമുക്കിങ്ങനെ ഈ റബ്ബർ ബുഷ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ റബ്ബർ ബുഷിൻ്റെ ഗ്രിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. അത് പോരാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ ബുഷ് ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ ഈ ഇങ്ങനെ മടങ്ങുന്ന ടൈപ്പാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, വല്ല ക്രാഷ് ഉണ്ടായി ആ ക്രാഷ് സംഭവങ്ങൾ ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതൊക്കെ തന്നിട്ടുള്ളത്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഗിയർ ബോക്സുകളൊക്കെ അത്യാവശ്യം നല്ല ഗിയർ ബോക്സ് തന്നെയാണ്. അത്യാവശ്യം സ്മൂത്തൊക്കെ തന്നെയാണ് ഹീറോൻ്റെ ഗിയർ ബോക്സ്. അല്ലെങ്കിൽ എഞ്ചിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ എൻ്റെ റേഡിയേറ്ററുകളിൽ കൂടെ തന്നിട്ടുണ്ട്, അടിപൊളി തന്നെയാണ്. പിന്നെ എന്താ പറയുക, മറ്റേ വണ്ടി വെച്ച് നമുക്ക് എന്താ പറയുമ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷനിൽ കൂടെ കാണാൻ പറ്റുമായിരിക്കും, കാട്ടിത്തരാം, ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെയും അപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഡ് കളറിൽ അവിടെ വൈറ്റ് കളറിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ നമുക്ക് സ്റ്റിഫായിട്ട് വയ്ക്കാൻ പറ്റും, സോഫ്റ്റായിട്ട് വയ്ക്കാൻ പറ്റും. സ്റ്റിഫായിട്ട് വെച്ചുള്ള ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഹൈവേസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ഹൈ സ്പീഡിൽ സ്റ്റഡി ആയിട്ട് പോകാൻ പറ്റും. എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കുറച്ചിങ്ങനെ ഒരു വേവിങ് പോലെ തോന്നും നമുക്ക്, അതുണ്ടാവില്ല സ്റ്റിഫായിട്ട് വയ്ക്കാൻ. സ്റ്റിഫായിട്ട് വയ്ക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് റോഡ് കൊണ്ടുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് സോഫ്റ്റ് വേണ്ടാവെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഫ്രണ്ട് ബ്രേക്കായാലും അത്യാവശ്യം ബൈറ്റുള്ളത് തന്നെയാണ്. പിന്നെന്താ പറയുക, ഈ വണ്ടിക്ക് കിക്കർ വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ അതിശയം, ഈ വണ്ടിക്ക് കിക്കർ വന്നിട്ടുണ്ട്. കിക്കർ ഞാൻ വേറെ വണ്ടികളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ക്യാപ്പ് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു വേരിയൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാലി വേരിയൻറ്റ് മാത്രം കമ്പനി കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു റെഡ് ക്യാപ്പ് എഞ്ചിൻ്റെ. ഒരു വണ്ടിക്ക് ഒരു പ്രത്യേക ലുക്കും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടേക്കായിട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അതൊരു ചെറിയൊരു പോരായ്മയാണ്. ഇവിടേക്ക് കണ്ടോ, വയറോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഒരു സെൻസറിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എക്സ്പോസ് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ എന്താ പറയുക, അത്രയും വില കൂടിയിട്ടുണ്ടല്ലോ ഈ വണ്ടിയുടെ. എന്താ പറയുക, ഓൺ റോഡ് പ്രൈസ് 190 താഴെ വരുന്നുള്ളൂ, 189 സംതിങ് വരുന്നുള്ളൂ. അതും 2 lakhന് അണ്ടർ ഒരു
200cc സെഗ്മെൻറ്റിൽ നമുക്കൊരു വണ്ടി കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പൾസ് മാത്രമേ കിട്ടുള്ളൂ. ഹീറോൻ്റെ കമ്പനിക്കാർ മാത്രമേ തരുള്ളൂ 200cc വണ്ടിക്ക്. നമ്മുടെ ഇപ്പോൾ എൻഫീൽഡ് അല്ല, എന്താ പറയുക, ബജാജിൻ്റെ വണ്ടികൾ നമുക്ക് നോക്കാൻ അറിയാൻ പറ്റും. ബജാജ് NS200, RS200, 2 ലാക്ക് അബോവ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലാക്ക് അബോവ് എന്ന് പറഞ്ഞാൽ RS200 2,30,000 സംതിങ് അത്ര വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ NS200 സംതിങ് നമ്മുടെ 1,97,000 സംതിങ് അങ്ങനെ വരുന്നത്. ഏകദേശം അറൗണ്ട് 2 ലാക്ക് സംതിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വണ്ടിയിൽ കയറി നിന്നിട്ട് നോക്കാന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം സീറ്റായിട്ട് തോന്നിക്കും. ഞാൻ പറഞ്ഞല്ലോ 850 സംതിങ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 275 275 ട്രാവലുള്ള ഒരു ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് വണ്ടി കയറി നിന്നിട്ട് നോക്കാം. എൻ്റെ ഹൈറ്റ് വരുന്നത് ഇപ്പോൾ ഒരു 6 ഫീറ്റാണ്. 6 ഫീറ്റിൽ എനിക്കിപ്പോൾ കാലെത്തുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലെത്തുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, 2 കാലം നോക്കി കാണാൻ പറ്റും. എനിക്ക് ഹിപ്റ്റമാണ്, തള്ളവരൽ കുത്തി മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അത്രയും സീറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു എന്താ പറയുക, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഈ വണ്ടി എന്താ പറയുക ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. വണ്ടി നമുക്ക് കയറിക്കാൻ പറ്റുമോ നോക്കുക. കാലെത്തുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ലോവർ വേരിയൻറ്റ് നമ്മുടെ എക്സ്പൾസിലേക്ക് പോകാൻ പറ്റുമോ നോക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഹൈറ്റ് കൂടിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക റാലി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇതെന്ന് തോന്നുന്നു നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസുകളും അല്ലെങ്കിൽ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. വെയിറ്റും കാര്യമായിട്ട് പറയാനില്ല, 200 സംതിങ് എത്ര 200 എത്രയോട് വെയിറ്റ് സംതിങ് വരുന്നുള്ളൂ. നമുക്ക് 200 ഇല്ല, 160 സംതിങ് എത്ര വെയിറ്റ് വരുന്നുള്ളൂ. നമുക്കപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്താ പറയുക, നമുക്ക് മീറ്റർ കൺസോളം നോക്കാം. മീറ്റർ ഓഫായി കിടക്കുമ്പോൾ തന്നെ അവിടെ ഹീറോ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. പോയി ഓണാക്കുമ്പോൾ നോക്കാം. ഇവിടെ ടാക്കോമീറ്റർ വരുന്നുണ്ട്. ഇവിടെ എന്താ പറയുക സ്പീഡ് കാണിക്കുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജ് ഇവിടെ കാണിക്കുന്നുണ്ട്, ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ പെർ അവർ അത് കാണിക്കുന്നുണ്ട്. പിന്നെ ടൈം കാണിക്കുന്നുണ്ട്, കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. RPM ഇവിടെ 10,000 RPM അത് കാണിക്കുന്നുണ്ട്. പക്ഷേ 11K വരെ ഇതിൽ നമ്മുടെ ഓർഡറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക ടൈം, പിന്നെ കിലോമീറ്റർ, പിന്നെ മോഡൽ വരുന്നുണ്ട്. ഇതിൽ കാട്ടിത്തരാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ എന്താ പറയുക ഹീറോൻ്റെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വെച്ച് നമുക്ക് കണക്ട് ചെയ്തതിന് ബ്ലൂടൂത്ത് പെയറിങ് പറ്റും. നമുക്ക് ഇതിൽ നാവിഗേഷൻ അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ച് തരുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മുകളിൽ ഇവിടെ എന്താ സെൻസർ വാണിങ്സ് വന്നിട്ടുണ്ട്, ABS വന്നിട്ടുണ്ട്. സിംഗിൾ ചാനൽ ABS ആണ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ എക്കോ മോഡ്, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, അതിൽ 3 മോഡ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു റോഡ് വരുന്നുണ്ട്, ഓഫ് റോഡ് വരുന്നുണ്ട്, റാലി വരുന്നുണ്ട്. റോഡ് വരുന്നുണ്ടെങ്കിൽ ABSൻ്റെ കുറച്ച് സെൻസിറ്റിവിറ്റി കുറച്ചുകൂടി കൂടുതലായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെയിനി സിറ്റുവേഷൻസ് എല്ലാം വെച്ചാൽ നമ്മുടെ സാധാരണ റോഡിൽ വേണ്ട അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് കപ്പാസിറ്റി ആണെന്ന് തോന്നുന്നു എനിക്കിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ABS കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ബ്രേക്ക് പിടിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ എന്താ പറയുക മഴയത്താണെച്ചാലും വണ്ടി ഓടിച്ച് പോകുമ്പോഴേക്കും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇതിൽ നമുക്ക് ഓഫ് റോഡ് വരുന്നുണ്ട്. നമ്മൾ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഓഫ് റോഡായി. ഇനി വീണ്ടും ഞെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റാലി മോഡിലോട്ട് പോകും. റാലി വെച്ചാൽ ഫുള്ളി ABS ഓഫായിരിക്കും. ഓഫ് റോഡ് മോഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ മിനിറ്റ് ഓഫ് റോഡ് മോഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡ് മോഡും പിന്നെ ഓഫ് റോഡ് മോഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ABS കുറച്ചും കൂടി ഒന്ന് ഓഫായിരിക്കില്ല, കുറച്ചും കൂടി ഒന്ന് തീരെ കുറവായിരിക്കും. ABSൻ്റെ ഒരു കൺട്രോളിൽ കൂടുതൽ കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് പോകുമ്പോഴുള്ള ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണത്. പിന്നെ റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഓഫായിരിക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? കൂടുതൽ നമുക്ക് ഹയർ ഓഫ് റോഡ് ടെറൻസിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റോഡ് മോഡിങ്ങനെ തിരിച്ചിടാം. ഇത് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഓരോന്ന് കാണാനായിട്ട് പറ്റും. ട്രിപ്പ് 1, ട്രിപ്പ് 2 ഉണ്ട്. നമുക്ക് ട്രിപ്പ് റീസെറ്റ് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എക്കോ മോഡ്, അങ്ങനത്തെ ഒരു ചെറിയ സെറ്റപ്പുകളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് താങ്ക്സ് ടു സൂം ഹീറോ മോട്ടോഴ്സ് നമുക്ക് വണ്ടി ഒന്ന് സഹായിച്ചാൽ കുറച്ച് സമയത്തേക്ക് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതോ ആ സമയം കൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു വണ്ടി റിവ്യൂ ഇട്ട് അല്ലെങ്കിൽ എന്താ പറയുക വേറെ ട്രാവൽ വ്ളോഗ് ആയിട്ട് വേറെ ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. വണ്ടിയുടെ ശബ്ദം കേൾക്കാം. ഞാൻ മറ്റേ എക്സോസിനോട്ടൊന്ന് കേൾപ്പിച്ചു തരാം.
പക്ഷെ കുഴപ്പമില്ല, സ്വീറ്റ് കിട്ടുന്ന ഒരു എക്സ്പ്രസ് നോട്ടൊക്കെയാണ്, കുഴപ്പമില്ല. നമുക്ക് വണ്ടി വന്നിട്ടുള്ളത് ഹീറോയുടെ സൂം മോട്ടോഴ്സാണ് അവിടെ ഇപ്പോൾ കാഞ്ഞാണിയിലുള്ളത്. കാഞ്ഞാണി, തൃശ്ശൂർ കാഞ്ഞാണി അറവ് ആറാങ്കല്ല് എന്നൊക്കെ പറയും. ആറാങ്കല്ല് അറവ് ബ്രാഞ്ചിലുള്ള നമ്മുടെ സൂം മോട്ടോഴ്സാണ് നമുക്ക് വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി വന്നതിന് ഒരു ബിഗ് താങ്ക്സ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.